നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. ലഭ്യമായ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 1269 പത്രികകളാണ് ഇതുവരെ ലഭിച്ചത്. സമർപ്പിക്കപ്പെട്ട പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പ്രതിപക്ഷ നേതാവും പറവൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ VD സതീശൻ, പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി, ഒറ്റപ്പാലത്തെ BJP സ്ഥാനാർത്ഥി മേജർ രവി, നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ, ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ, എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ, തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ, തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന, NDA സ്ഥാനാർത്ഥി കരമന ജയൻ എന്നിവരടക്കം നിരവധി പ്രമുഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണനും പത്രിക നൽകി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26 പല മണ്ഡലങ്ങളിലും പ്രമുഖ മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളതിനാൽ അവരെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് നേതാക്കൾ. മാർച്ച് 26 ശേഷമായിരിക്കും കേരളത്തിലെ യഥാർത്ഥ മത്സരചിത്രം വ്യക്തമാകുക. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടികയും നാളെ പ്രസിദ്ധീകരിക്കും. ഇത്തവണ 2.72 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ വിധിയെഴുതുന്നത്. സൂക്ഷ്മ പരിശോധനയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധിയും കഴിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഖാൻ പിന്മാറിയത് കോൺഗ്രസിന് ആശ്വാസമായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹത്തിന്റെ ഈ നിർണായക തീരുമാനം. മുസ്ലിം ലീഗിന് പുനലൂർ സീറ്റ് നൽകിയതിലുള്ള പ്രതിഷേധം കാരണമാണ് സഞ്ജയ് ഖാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നത്. KC വേണുഗോപാൽ ചില ഉറപ്പുകൾ നൽകിയതിനെ തുടർന്നാണ് താൻ പിന്മാറിയതെന്ന് സഞ്ജയ് ഖാൻ അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് സഞ്ജയ് ഖാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം സജീവമായി നീക്കങ്ങൾ നടത്തി വരികയായിരുന്നു. PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫോണിൽ വിളിച്ച തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കടുത്ത തീരുമാനങ്ങൾ പാടില്ലെന്ന് നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് താൻ മത്സരിക്കുന്നതെന്ന നിലപാടിലായിരുന്നു സഞ്ജയ് ഖാൻ ആദ്യം. തുടർന്ന് KC വേണുഗോപാൽ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ട് സഞ്ജയ് ഖാനെ അനുനയിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും കോടീശ്വരന്മാരാണെന്ന് സമർപ്പിച്ച സത്യവാങ്മൂലങ്ങൾ വ്യക്തമാക്കുന്നു. UDF, LDF, NDA മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം കോടികളുടെ സ്വത്തുക്കളുണ്ടെന്നാണ് വിവരങ്ങൾ. UDF സ്ഥാനാർത്ഥികളിൽ തിരുവമ്പാടിയിലെ CK കാസിമിനാണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്. അദ്ദേഹത്തിന് 6.10 കോടി രൂപയുടെ ഭൂമിയും കെട്ടിടങ്ങളും മറ്റ് സ്ഥാവര സ്വത്തുക്കളും, ഭാര്യയുടെ പേരിൽ 1.60 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളുമുണ്ട്. നിക്ഷേപങ്ങൾ ഉൾപ്പെടെ 37.93 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കൾ കാസിമിനും 18.56 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കൾ ഭാര്യയ്ക്കുമുണ്ട്. കാസിമിന്റെ ആകെ ബാധ്യത 89.58 ലക്ഷം രൂപയാണ്. കുന്നമംഗലത്തെ UDF സ്ഥാനാർത്ഥി MA റസാക്കിന് നിക്ഷേപങ്ങൾ ഉൾപ്പെടെ 1.11 കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളും ഭാര്യയ്ക്ക് 21.45 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളുമുണ്ട്. സ്ഥാവര സ്വത്തുക്കളുടെ കാര്യത്തിൽ റസാക്കിന് 43 ലക്ഷം രൂപയുടെയും ഭാര്യയ്ക്ക് 13.5 ലക്ഷം രൂപയുടെയും സ്വത്തുക്കളുണ്ട്. കൊയിലാണ്ടിയിലെ DCC പ്രസിഡന്റ് കൂടിയായ UDF സ്ഥാനാർത്ഥി K പ്രവീൺ കുമാറിന് 17.15 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളും ഭാര്യയ്ക്ക് 70.70 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളുമുണ്ട്. പ്രവീൺ കുമാറിന് 2.70 ലക്ഷം രൂപയുടെ സ്ഥാവര സ്വത്തും ഭാര്യയ്ക്ക് 31.93 ലക്ഷം രൂപയുടെ സ്ഥാവര സ്വത്തുക്കളുമുണ്ട്. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിന് 6.76 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളാണുള്ളത്. സ്വർണം, നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ ഭാര്യയുടെ പേരിൽ 53.5 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളുണ്ട്. അഭിജിത്തിന്റെ പേരിൽ ഭൂമിയോ കെട്ടിടങ്ങളോ ഇല്ലെങ്കിലും ഭാര്യയുടെ പേരിൽ 50 ലക്ഷം രൂപയുടെ സ്ഥാവര സ്വത്തുക്കളുണ്ട്. KK രമയ്ക്ക് വാഹനമടക്കം 19.99 ലക്ഷം രൂപയുടെ ജംഗമ സ്വത്തുക്കളും 40 ലക്ഷം രൂപയുടെ ഭൂമിയും മറ്റ് സ്ഥാവര സ്വത്തുക്കളുമുണ്ട്. 27.88 ലക്ഷം രൂപയുടെ ബാധ്യതയും രമയ്ക്കുണ്ട്. LDF സ്ഥാനാർത്ഥികളിൽ കോഴിക്കോട് സൗത്തിലെ അഹമ്മദ് ദേവർകോവിലിന് 5.30 കോടി രൂപയുടെ ഭൂമിയും കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥാവര സ്വത്തുക്കളും 9.30 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളും മറ്റ് ജംഗമ സ്വത്തുക്കളുമുണ്ട്. NDA സ്ഥാനാർത്ഥികൾക്കും സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടെങ്കിലും മറ്റ് മുന്നണികളിലെ ചില സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഇവരുടെ സ്വത്ത് കുറവാണെന്നും സത്യവാങ്മൂലങ്ങൾ വ്യക്തമാക്കുന്നു.